തന്നെയാണ് വിലയിരുത്തൽ. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധനും മുതിർന്ന മാധ്യമപ്രവർത്തനമായിട്ടുള്ള ടി.സി. മാത്യു നമ്മോടൊപ്പമുണ്ട്. ശ്രീ ടി.സി. മാത്യു, ഇന്നിപ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്കിലുള്ള ആ ഒരു മാറ്റം അത് ഏത് രീതിയിലായിരിക്കും? 25% ഒരു വർധനവ് ആണ് എല്ലാവരും തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? റിസർവ് ബാങ്ക് ഈ ധനകാര്യ വർഷത്തെ ഏറ്റവും അവസാനത്തെ പണനയ അവലോകനമാണ് ഇപ്പോൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നത്. 10 മണിക്ക് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അത് സംബന്ധിച്ച യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തുവിടും. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് 0.5% കണ്ട് റീപ്പോ നിരക്കിൽ വർധന ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ 6.25% റീപ്പോ നിരക്ക് 6.5% മാറും. റീപ്പോ നിരക്ക് എന്ന് പറയുന്നത് രാജ്യത്തെ പലിശ നിരക്കുകളുടെ കാര്യത്തിൽ ഒരു താക്കോൽ സ്ഥാനം വഹിക്കുന്ന നിരക്കാണ്. അടിയന്തര ഘട്ടങ്ങളിൽ റിസർവ് ബാങ്കിൽ നിന്ന് സാധാരണ വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഏകദിന വായ്പയുടെ പലിശ നിരക്കിനെയാണ് റീപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അതിന്റെ മുഴുവൻ രൂപം എന്ന് പറയുന്നത് റീപർച്ചേസ് ഓഫർ റേറ്റ് എന്നുള്ളതാണ്. റീപർച്ചേസ് ഓഫർ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് പണ്ട് ബാങ്കുകൾ വാങ്ങിവെച്ചിട്ടുള്ള കടപ്പത്രങ്ങൾ തിരിച്ച് ഇവർക്ക് പണയമായി നൽകിക്കൊണ്ട് പണം വാങ്ങുന്ന സാഹചര്യത്തെയാണ്. അപ്പൊ അതിന് ഈടാക്കുന്ന പലിശ. അപ്പൊ ആ പലിശ നിരക്കാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കെന്നാണ് വൈപ്പ്. ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിലൊക്കെ ഇന്റർ ബാങ്ക് ഇടപാടുകൾ, ബാങ്കുകൾ തമ്മിലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലെ ഏകദിന വായ്പകൾക്ക് വരാറുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇതാണ്. ഇതിനെ ആധാരമാക്കിയാണ് ഇതിന്റെ ഇത്ര വീതം കൂടുതൽ എന്നുള്ള രീതിയിലാണ് മറ്റ് പലിശകൾ, വായ്പാ പലിശകളും നിക്ഷേപ പലിശകളും എല്ലാം ക്രമീകരിക്കപ്പെടുക. അപ്പോൾ വിപണിയിലെ ഈ കീ നിരക്ക് അല്ലെങ്കിൽ താക്കോൽ നിരക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിപണിയിലെ പണത്തിന്റെ വില നിലവാരം അല്ലെങ്കിൽ പണത്തിന്റെ തോത് നിയന്ത്രിക്കാൻ സാധിക്കും. അതാണ് റിസർവ് ബാങ്ക് ഈ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ രാജ്യത്ത് വിലക്കയറ്റം വലിയ തോതിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ വിലക്കയറ്റം നടന്നു വരുന്ന സമയത്ത് പലിശ നിരക്ക് ഉയർത്തി പണത്തിന്റെ ലഭ്യത അല്പം കുറച്ചാൽ ആ വിലക്കയറ്റത്തിന് ശമനം ഉണ്ടാകുമെന്നാണ് സൈദ്ധാന്തികമായ നിലപാട്. ആ സൈദ്ധാന്തിക നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് നീങ്ങുന്നത്. മറ്റ് ബാങ്കുകളും മറ്റ് കേന്ദ്ര ബാങ്കുകൾ, അമേരിക്കയുടെ ഫെഡ്, യൂറോപ്യൻ കേന്ദ്ര ബാങ്ക്, ഇംഗ്ലണ്ടിന്റെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അതുപോലുള്ള എല്ലാം ഇതേ രീതിയിലാണ് ഈ അവസരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും തന്നെ പലിശ നിരക്കുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമേരിക്കൻ ഫെഡിന്റെ ചെയർമാൻ ജെറോം ഇന്നലെ നടത്തിയ പ്രസംഗത്തില് ഇനിയും ഈ വർഷം പലതവണ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പലിശ നിരക്കുകൾ ഇന്ത്യയിലും വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് സംബന്ധിച്ച ഒരു സൂചന ഇന്ന് ശക്തികാന്ത ദാസിന്റെ പത്രസമ്മേളനത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും വർധന ഉണ്ടാകുമോ, അതോ ഇതോടുകൂടി വർധനകൾ ഏതാണ്ട് ശമിച്ചോ? ഇത്രയും കാര്യങ്ങളിലുള്ള ഒരു വ്യക്തതയാണ് സത്യത്തിൽ ഇന്ന് വിപണി ഉറ്റുനോക്കുന്നത്. അത് അനുസരിച്ച് ഓഹരി വിപണിയിലും മറ്റു വിപണികളിലുമൊക്കെ ഇന്ന് ചലനങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സാമ്പത്തിക രംഗത്തെ ഒരു സുപ്രധാനമായ നിലപാടാണ് പണനയ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാകുന്നത്. പണത്തിന് പലിശ നിരക്ക് അഥവാ പണത്തിന്റെ വാടക നിരക്ക് അത് എത്രയാണ് എന്ന് നിശ്ചയിക്കുന്നു. അപ്പോൾ വാടക നിരക്ക് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എടുത്ത് ഉപയോഗിക്കുന്നവർ അല്പം മടിക്കും. കൂടുതൽ ലാഭമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ വെറുതെ പണം എടുത്ത് മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിച്ച് അവയുടെ വില വർദ്ധിപ്പിക്കുന്ന ആ സാഹചര്യം ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് പലിശ നിരക്ക് ഉയർത്തുന്നത്. ഇപ്പോൾ രാജ്യത്ത് 6.25% എത്തി നിൽക്കുന്നതാണ് നമ്മുടെ റീപ്പോ നിരക്ക് എന്നുള്ളത്. അത് ഇന്നത്തെ തീരുമാനത്തോടുകൂടി 6.5% ഉയരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വായ്പകളൊക്കെ എടുക്കാൻ പല മേഖലകളിലും ചെറിയ മടിയുണ്ടാവും. അത് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നൊക്കെ പലർക്കും ആശങ്കയുണ്ട്. പക്ഷെ അത്രയും മാന്ദ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വർധനകൾ ശമിപ്പിക്കും എന്നാണ്, അല്ലെങ്കിൽ വർധനകളിൽ നിന്ന് പിൻവാങ്ങും എന്നാണ് പൊതുവെ കേന്ദ്ര ബാങ്കുകൾ പറയാറ്. എന്തായിരുന്നാലും വരുന്ന മാസങ്ങളിലും ഇനിയും നിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത ശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ ഒരു നിരക്ക് വർധനവ് എപ്പോഴത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ സാർ? ഈ 2024 കൂടി ഇനി ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണോ? ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ, ഇപ്പോൾ അമേരിക്കൻ ഫെഡിന്റെ ഒരു നിലപാട് അത് ലോകത്തെ എല്ലായിടത്തും സ്വാധീനിക്കുന്ന ഒരു ഇതാണ്. അവരുടെ ഒരു നിലപാടിൽ കാണുന്നത് 2023 നിരക്ക് കുറയുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല എന്നാണ്. അവർക്കിപ്പോൾ 4.5% നിൽക്കുന്നതായ പലിശ നിരക്ക്
ഏതാണ്ട് 5.5% എത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് സെപ്റ്റംബർ വരെ ഈ നിരക്ക് വർധന തുടരും. പിന്നീട് ഏതാനും മാസങ്ങൾ ആ സ്റ്റെബിലൈസ്ഡ് പൊസിഷനിൽ നിന്നതിന് ശേഷമായിരിക്കും താഴ്ച തുടങ്ങുക. ഏതായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ആഗോളതലത്തിലെ ധനകാര്യ വിപണികളിൽ അമേരിക്കൻ ഫെഡിന്റെ തീരുമാനത്തിന് വിപരീതമായിട്ട് പോകാൻ അത്ര എളുപ്പമല്ല. അത് പല രീതിയിലും നമ്മുടെ രാജ്യത്തേക്കുള്ള മൂലധന പ്രവാഹത്തെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അമേരിക്കൻ ഫെഡിന്റെ രീതി അല്ലെങ്കിൽ യൂറോപ്യൻ കേന്ദ്ര ബാങ്കിന്റെ രീതി അനുസരിച്ച് 2023 മുഴുവൻ ഈ ഉയർന്ന നിലവാരം തുടരും. 23-ൽ ഇനിയും എത്ര തവണ വർദ്ധിപ്പിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ സൂചന പലിശ വിലക്കയറ്റത്തിന്റെ തോത് താഴോട്ട് വരിക എന്നുള്ളതാണ്. താഴോട്ട് വരിക എന്ന് പറയുന്നത് വേണമെങ്കിൽ 2-3 തവണയും കൂടി വർദ്ധിപ്പിക്കും എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെ വന്നാൽ 3 തവണ അവിടെയൊക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇവിടെയും 2 തവണയെങ്കിലും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ജൂലൈ വരെ നമ്മുടെ ഇവിടെയും പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കാം. അത് ഉറപ്പുള്ള കാര്യമല്ല. മറ്റ് സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വിലക്കയറ്റത്തിന്റെ തോത് കുറയുകയോ മറ്റ് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീരുമാനത്തിലൊക്കെ മാറ്റം വരാം. എങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ധനശാസ്ത്രജ്ഞർ എപ്പോഴും പറയുന്ന പോലെ മറ്റു കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ജൂലൈ വരെ 2 തവണ കൂടി, ഇന്നത്തേതിന് പുറമെ 2 തവണ കൂടി പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കാം. മറിച്ചാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വർദ്ധിപ്പിച്ചു എന്ന് വരായികയില്ല. പക്ഷേ വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റും റിസർവ് ബാങ്കും ഒന്നും അനുകൂലമല്ല. കാരണം അത് വ്യവസായ വളർച്ചയെ പിന്നോട്ടടിക്കുമെന്ന് പേടിയുണ്ട്. അപ്പോൾ വ്യവസായ വളർച്ചയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ നിരക്ക് വർദ്ധിപ്പിക്കും എന്നേ നമുക്ക് പറയാനാവൂ. സാർ, നമ്മൾ കഴിഞ്ഞ മെയ് മാസം മുതലാണല്ലോ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത്, തുടർച്ചയായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഏതാണ്ട് 5 തവണയോളം തുടർച്ചയായിട്ട് തന്നെ നിരക്ക് വർദ്ധിപ്പിച്ചു. ഇതിൽ 3 തവണയും ഏതാണ്ട് 50 ബേസിസ് പോയിന്റ് ഉൾപ്പെടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അത് താരതമ്യേന കുറയ്ക്കുന്ന ഒരു രീതിയല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു നിലയിലേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത് ഈ ഒരു നിരക്ക് വർധനവിലെ ആ ഒരു അനുപാതം കുറയുന്നത് കാണുമ്പോൾ? നമ്മുടെ അനുപാതം കുറഞ്ഞു വരുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള നിരക്ക് വർധനകൾ ഫലം കാണിച്ചു തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ ഇവിടെ 8% മുകളിലേക്ക് കയറിയ ചില്ലറ വിലക്കയറ്റം ഇപ്പോൾ 7% താഴെയായിട്ടുണ്ട്. നമുക്ക് ചില്ലറ വിലക്കയറ്റം 6% നിന്നും താഴ്ന്നു വന്ന് 4% എന്നുള്ള പരമാവധി നിരക്കിൽ നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ആ 4% സാധിച്ചില്ലെങ്കിലും ഒരു 5% അടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് സമാധാനപരമായ ഒരവസ്ഥയിലെത്തും. അപ്പൊ ആ അവസ്ഥയിൽ എത്തുന്നത് വരെ ഈ നിരക്ക് കൂട്ടാതിരിക്കാൻ വയ്യ. അപ്പോൾ 8% മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന വിലക്കയറ്റം അവിടെ നിന്ന് താഴോട്ട് പോകുന്നത് കൊണ്ട് ഇനിയുള്ള വർധനകൾ കുറേശ്ശെ മതി, അതായത് 0.5% വീതം മതി എന്ന് വയ്ക്കുകയായിരുന്നു. ഇനിയും പെട്ടെന്ന് 0.5% വീതമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ വ്യവസായ മേഖലയ്ക്ക് പണം ഉപയോഗിച്ച് നിക്ഷേപങ്ങൾ നടത്താൻ മടി വരും. ആ മടി വരുത്താത്ത രീതിയിൽ ഇത് കൊണ്ടുപോവുക. അതുകൊണ്ടാണ് ഇത് കാലിബ്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ വളരെ പരിമിതപ്പെടുത്തി 0.5% വീതമൊക്കെ ആക്കുന്നത് ഇപ്പോൾ. വളരെ നന്ദി ശ്രീ TC മാത്യു, ഈ സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇനിയിപ്പോൾ അല്പസമയത്തകം തന്നെ റിസർവ് ബാങ്ക് ഗവർണർ പുതിയ പണനയം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. 10 മണിയോടുകൂടിയാണ് പണനയം പ്രഖ്യാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്. ഒപ്പം തന്നെ ഇതിൻ്റെ വിദഗ്ധാഭിപ്രായം പങ്കുവയ്ക്കുകയായിരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകനും സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള TC മാത്യു.